അല്ലേ സംഗതി ആകെ കുഴപ്പവനെ പോണ്. എന്തു പറ്റി? അതേ പരീക്കുട്ടറെ വീടിന്റെ കറണ്ട് ബില്ല് വന്നു. എത്രയാണ്? എത്ര? 3240 റുപ്യ. ആ അത് വളരെ കൂടുതലാണ്. ഇപ്പൊ അത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ല വിഷയം, അതിൽ ഒരു വിഹിതം നമ്മൾ കൊടുക്കണമെന്ന്. പകുതിയല്ല, പകുതിയാണോ കുഴപ്പമില്ലല്ലോ. വേറൊരു കണക്കാ പറയണത്. എന്ത് കണക്ക്? അതായത് ഈ 3240 റുപ്യയില് 8 പേരാണ് ഇവിടെ അവരെ കണക്ക്. 3 പേര് അവരും 5 പേര് നമ്മളും. അപ്പം 3 പേരുടെ കിഴിച്ചാൽ ബാക്കി 5 പേരുടെ പൈസ നമ്മൾ കൊടുക്കണമെന്ന്. ആ കണക്കിൽ 2025 റുപ്യ നമ്മൾ കൊടുക്കണം. എന്ത് പൊട്ട കണക്കാണിത്? ഇവിടെ ആകെ ഒരു ഫാനും 2 ലൈറ്റ് ഉള്ളതിനാണോ ഈ റസിയായിരിക്കും ഈ പറഞ്ഞതല്ലേ ഈ പൊട്ട കണക്ക്? അല്ലതോ പരീക്കുട്ടി പറയില്ലല്ലോ. എന്നിട്ട് പിന്നെ അപ്പൊ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ വാടകയും കൊടുക്കണില്ല. അപ്പൊ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. വാടക കൊടുക്കാത്തതിന്റെ കാര്യമൊന്നും നിങ്ങൾ പറയണ്ട. ഇക്കയും കൂടി കാരണല്ലേ നമ്മളിപ്പോ ഇവിടെ എത്തിയത്. ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തേലും ആവട്ടെ, ഞാൻ ആ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ സ്വല്ലെടുത്ത് ഒഴിഞ്ഞു പോട്ട്. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഇത്ര ഉറപ്പ് കൊടുത്തത്. എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാണ്? എങ്ങനെയും കൊടുക്കണം, അല്ലാണ്ട് എങ്ങനെ? കൊടുത്തോ? കൊടുക്കണം. എന്ത് പൊട്ട കണക്കാണിത്? ഈ റസിയ എങ്ങോട്ടാ ഓടുന്നേ? എന്താ എന്റെ മോളേക്ക് കറണ്ട് ബില്ലിന്റെ കാര്യം അറിഞ്ഞാ? അറിഞ്ഞു, ഏട്ടൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? 3240 റുപ്യന്ന്. ഓ കൂടുതലാട്ടാ. അതല്ലേ ഞാനും പറയണേ. ഇവിടെ സാധാരണ 1000 റുപ്യ കൂടുതൽ ഒരിക്കലും വന്നിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ 500 രൂപക്കുള്ള ഒരിക്കലും വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ 8 ആൾക്കാരില്ലേ ഇപ്പൊ, അപ്പൊ പിന്നെ കൂടൂ. അല്ല 8 ആൾക്കാരല്ലല്ലോ റസിയ. ഇവിടെ ആവുമ്പോ എന്തോരം ഇലക്ട്രിക് ഉപകരണങ്ങളാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്, അല്ലേ? അതിന്റെയാണ്. എന്റെ മോളെ നിങ്ങള് വരുന്നതിന് മുമ്പും ഈ പറയണ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും മിക്സിയും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് 1000 റുപ്യ കൂടിയിട്ടില്ലല്ലോ. അല്ല അത് ഈ പറയ്. അന്ന് 1000 റുപ്യ കൂടാത്ത ബില്ല് നിങ്ങൾ 5 ആളിങ്ങോട്ട് വന്നപ്പോ എങ്ങനെ 3000 റുപ്യ കഴിഞ്ഞു? അങ്ങനെ കഴിഞ്ഞു റസിയ. അതിന് അവിടെ ഒരു ഫാനും 2 ലൈറ്റല്ലേ ഉള്ളൂ. അത് ഇപ്പൊ എത്ര നേരം ഇട്ട എന്ത് കൂടാനാണ്? ഈ ഫാനിന്റെ ലൈറ്റിന്റെ കഥയൊന്നും പറയണ്ട. ഞാൻ വാസേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, 5 പേരുടെ റേഷ്യോ കണക്കാക്കിയിട്ട് 2000 റുപ്യ മൂപ്പര് തരാന്ന് പറഞ്ഞല്ലോ. റസിയ എനിക്ക് നിന്റെ കണക്ക് മനസ്സിലാവണല്ല. റേഷ്യോയോ? എന്ത് റേഷ്യോ? റേഷ്യോ ഒക്കെ ഞാൻ മൂപ്പരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇജ്ജി ഒരു കാര്യം ചെയ്താൽ മതി, മൂപ്പരൊന്ന് ഓർമ്മിപ്പിക്കണം. അറിയാലോ, എൻ്റെ ഇക്കാക്കും എൻ്റെ മൂപ്പർക്ക് ഒരു ഓർമ്മയില്ല. ഇനി അതിനും കൂടെ ഫൈൻ അടക്കേണ്ടി വരും. അതാണ് എനിക്ക് നിന്റെ കണക്ക് ഒട്ടും മനസ്സിലാവണില്ല കേട്ടോ. കണക്ക് മനസ്സിലാവാനിപ്പോ നിന്റെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജിനും ഒക്കെ കുഴപ്പം, അല്ലാതെ ഓര് വന്ന് ഉപയോഗിക്കണേനൊന്നല്ല കുഴപ്പം.